തുറന്ന മമ്മൂട്ടിയുടെ ഫോട്ടോ, ബുക്കിനകത്തെല്ലാം മമ്മൂട്ടിയുടെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിരിക്കുക. മമ്മൂട്ടിയുമായി ഇവളെയും കൊണ്ട് ചെറിയ ഒരു സംശയം ഞങ്ങൾക്ക് വീട്ടുകാർക്ക് ഇല്ലാതില്ല. കാരണം മോഹൻലാലിന്റെ ആന്നേ ഞങ്ങളെല്ലാവരും അടുത്തടുത്തിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പം സിനിമ തീരാൻ സമയമായപ്പം മമ്മൂട്ടി വന്നു. അത് ഇവള് വിളിച്ചു വരുത്തിയായിരിക്കും മമ്മൂട്ടിയെ. എവള് വിളിച്ചു വരുത്താതെ അവൻ വരുത്തില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര സംശയമുണ്ട് എവളെ. ആഹാ, അത് എന്തുവായാലും അതാണ്ട് പൊടിയും എന്റെ ദൈവം തമ്പുരാൻ ആ ഇരിപ്പ് ആ തോർത്തിട്ട് ഇതുപോലെ പൊടിയും കൊച്ചാടൻ തലേ തോർത്ത് വിട്ടോണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ ചിരി, അതുപോലത്തെ നോട്ടം, അതുപോലത്തെ ഫോൺ നമ്പരോ, എൻ്റെ ഫോൺ നമ്പരോ. അന്ന് ഞാൻ ഫോൺ നമ്പർ കൊടുത്തതിൻ്റെ ഇപ്പം ഞാൻ കിടന്ന് അനുഭവിക്കുന്നു. ഫോൺ നമ്പർ ചോദിക്കുന്നു. അയ്യോ, ആരാ? വീട്ടുകാരിയാണ് ഇരിക്കുന്നത്. ഞാൻ അവിടെ ഇരുന്നവനാ. അവൻ എന്നോട് വന്ന് ചോദിക്കാം, ഫോൺ നമ്പർ തരാമോ? ഫോൺ നമ്പർ ഞാൻ തരാം, നിങ്ങളുടെ അച്ഛനെ ഒന്ന് കാണട്ടെ, ഞാൻ പറയട്ടെ. പിന്നെ ഞാൻ പറയാൻ വന്ന എന്തുവായിരുന്നു, ഉഷയുടെ അമ്മ മരിച്ചത് എവള് പറഞ്ഞ് നടക്കുന്ന അറ്റാക്കാന്ന്. ദൈവസത്യം ഞാൻ പറയാൻ എന്തുവാന്ന്, അറ്റാക്ക് അല്ലായിരുന്നു. റോഡ് സൈഡിൽ ടാർ ഒരുക്കിക്കൊണ്ടിരുന്നപ്പം അയ്യപ്പൻ കഞ്ഞി നടക്കുവാന്നും പറഞ്ഞ് ഇവിടെ തള്ള തൂക്കുപാത്രം കൊണ്ട് കയറി ചെന്ന് തൂക്കുപാത്രം നീട്ടി അവര് ചൂട് ടാറങ്ങ് ഓരിച്ചു കൊടുത്തു. അത് കുടിച്ചു. അണ്ണാക്കുട്ടി ആ തള്ള എത്തത്. പറയുന്നത് എന്തോന്ന് പറയാം, അറ്റാക്കായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് എന്ത് കേമത്തോടാ പറഞ്ഞു നടക്കുന്നത്. നാശത്തിന് എനിക്ക് ഇഷ്ടമേ അല്ല, തമാശല്ല. പിന്നെ അമ്പിളി, നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നത്. അമ്പിളി, തൊഴിലുറപ്പ് പെണ്ണുങ്ങളെ പൈസയുടെ കാര്യം ചോദിച്ചു, അതും കൊടുത്തേക്കണം. എൻ്റെ ഉഷയോട് 2 വട്ടം ചോദിച്ചോ, നിന്നെ കണ്ടില്ല. അതിപ്പോഴായോ കാണാൻ ഒരിടയായി, അതങ്ങ് കൊടുത്തേക്കണം. ഇനി എന്നോട് ഇനിയും കിടന്ന് വഴി പിടിച്ച് നിർത്തി ചോദിക്കാനോ പിടിക്കാനോ ഒന്നും പറ്റരുത്. അതിന് വേണ്ടി ഞാൻ പറഞ്ഞു.